നന്നായി ബിഹേവ് ചെയ്താൽ 1000 രൂപ തരാമെന്ന് കുട്ടിയെടുത്തൊരു പാരൻറ്റിങ് ട്രിക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഐ ആം റസ്തം, ഐ ഷെയർ മൈ പാരൻറ്റിങ് ജേർണി ഹിയർ. ഫ്രെഡറിക് ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഗുരുവാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു മെത്തഡോളജി. അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നത് അവർക്ക് ഫണ്ടമെൻ്റലി പണത്തിന് വേണ്ടിയാണ് എന്ന കാഴ്ചപ്പാട്. അപ്പോൾ ഇതേ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെയൊക്കെ തലച്ചോറ് ഒരു രൂപത്തിൽ രൂപപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറഞ്ഞു വരട്ടെ. പക്ഷേ അവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നമ്മളെല്ലാവരും എടുക്കുന്ന പല അഡ്വഞ്ചറസായ, സാഹസികത നിറഞ്ഞ കഠിനമായ തീരുമാനങ്ങൾ പണത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തല്ല, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ഗെയിനിന് വേണ്ടിയല്ല നമ്മളൊക്കെ പലപ്പോഴും എടുക്കുക. നമ്മൾ ആ എടുക്കുന്നത് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനൊരു ഉദാഹരണം, ഒരു കഠോര അഡ്വഞ്ചറസായ സംഗതിയാണ് കുട്ടി ഉണ്ടാവണമെന്നും കുട്ടിയെ വളർത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൗണ്ട് എവറസ്റ്റ് കീഴടക്കാം എന്നുള്ളതായിരിക്കാം അല്ലേ. അപ്പം എന്നിരുന്നാലും ഇത് ഒരു മനുഷ്യനെടുക്കുന്നത് മേ ബി ഒരു സെൽഫിഷ് റീസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരിക്കലും അതൊരു ഒരു മോണിറ്ററി ബെനിഫിറ്റിനെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ലാഭത്തെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. സാമ്പത്തിക നഷ്ടം ആ ജേർണിയിൽ ഉണ്ടാവാം എന്നല്ലാതെ. ഇവിടെ മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രൻസിക് മോട്ടിവേഷനാണ്. അവനവൻ്റെ ഉള്ളിൽ നിന്നും അത്തരം സബലീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എന്നുള്ളത്. ഇത് ലോകത്ത് ശ്രദ്ധിക്കുന്നത് എഡ്വാർഡ് ഡെയ്സി എന്ന് പറയുന്ന ഗവേഷകനാണ്. അദ്ദേഹം ഫ്രെഡറിക് ടൈലർ മുന്നോട്ട് വെച്ച ഈ കാഴ്ചപ്പാടിനെ എതിരിൽ, അല്ലെങ്കിൽ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് കാഴ്ചപ്പാടിന് എതിരിൽ അദ്ദേഹം പസിൽ സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് പസിൽ സോൾവ് ചെയ്യുന്നതിനായി പണം കൊടുത്തു. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് താഴേക്ക് പോകുന്നത് കണ്ടു. ഇത് ആദ്യ കാലങ്ങളിലൊന്നും എക്കണോമിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ കഴിയാതിരുന്ന ഒരു പരീക്ഷണ റിസൾട്ടായിരുന്നു. ഇതേപോലെ ഒരു ഡിഫറൻ്റായ പരീക്ഷണം പിന്നീട് 1990കളിൽ സംഭവിക്കുന്നത് ഇസ്രയേലിലാണ്. അവിടെ ഒരു ചൈൽഡ് കെയർ ചെയിനിൽ സ്ഥിരമായി പേരൻസ് ലേറ്റായി വരുന്നതിൻ്റെ പേരിൽ അവിടുത്തെ എംപ്ലോയീസിന് ബുദ്ധിമുട്ട്, മൊത്തത്തിൽ മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരൊരു ഫൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. താമസിച്ച് വരുന്ന പേരൻസിന് ഫൈനുണ്ട് എന്ന്. പിന്നീട് അവർ കണ്ടത് ആ ഫൈൻ കൊണ്ടുവന്ന അടുത്ത ദിവസങ്ങളിൽ ഈ റേറ്റ്, പേരൻസ് താമസിച്ച് വരുന്ന റേറ്റ് കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 40% പേരൻസും ലേറ്റായി വരാൻ തുടങ്ങി. ഇതിൻ്റെ കാരണം അന്വേഷിച്ച പഠനം പറയണത് ഈ പേരൻസ് ഈ ഒരു ഫൈനിനെ അവർ ചെയ്യുന്നൊരു പ്രശ്നത്തിൻ്റെ ഫീ ആയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവരിതൊരു പ്രശ്നമായി കണ്ടില്ല എന്ന്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടിയെ വളർത്തുമ്പോൾ അവർ ചെയ്യേണ്ട ബേസിക്കായ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ചെയ്യേണ്ട അവരുടെ കുടുംബം എന്ന സംവിധാനത്തിൽ നിന്നും അവർ നന്നായി ബിഹേവ് ചെയ്യുന്നതാവാം, അവരുടെ സഹോദരങ്ങളെ സഹായിക്കലാവാം, വീട്ടിലെ ജോലികളിൽ സഹായിക്കലാവാം, ഇതെല്ലാം അവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ട മോട്ടിവേഷനിൽ സംഭവിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ അത്തരമൊരു ഇൻട്രൻസിക് മോട്ടിവേഷനെ തല്ലിക്കെടുത്തുന്നതാണ് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ കൊണ്ട്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും അവർക്ക് പണം അല്ലെങ്കിൽ മെറ്റീരിയൽ റിവാർഡില്ലാതെ ജീവിതത്തിൽ അവർ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവരായി ഒരു രീതിയിൽ മാറും. രണ്ടാമത്തെ പ്രശ്നം, അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളെ ഒരു മെറ്റീരിയൽ ഗെയിനിനെ മാത്രം കണക്ട് ചെയ്ത് വാല്യൂ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടലല്ലാതെ എൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ ത്വരയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യേണ്ടതാണ് എന്ന അവരുടെ ചിന്തയെ അത് തല്ലിക്കെടുത്തും. അതുകൊണ്ട് തന്നെ പേരൻസ് ഒരിക്കലും വളരെ ചെറുപ്പം തൊട്ട് ശീലിപ്പിക്കരുത് കുട്ടികളെ എക്സ്ട്രൻസിക് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള മോട്ടിവേഷൻ, മറിച്ച് അവരുടെ ഉള്ളിൽ നിന്നും മോട്ടിവേഷൻ കടന്നു വരണം. എങ്ങനെ കടന്നു വരാമെന്നൊരു ചെറിയ ടിപ്പ് ഞാൻ പറയാം. ഒന്ന്, കുട്ടി ഒരു നല്ല വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു നല്ല പടം വരച്ചാൽ നമ്മളതിനെ ജസ്റ്റ് കൊള്ളാമെന്ന് പറയുന്നതിനപ്പുറം, അല്ലെങ്കിൽ പടം വരച്ചതിന് പൈസ എന്തായാലും കൊടുക്കരുതെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ, പക്ഷേ അതിനെ വെറുതെ അഭിനന്ദിക്കുന്നതിന് പകരം അവർ എടുത്ത പണിയെപ്പറ്റി അവരോട് ചർച്ച ചെയ്യുന്നു. അവരുടെ ആഗ്രഹം എന്തിലേക്ക് എത്താനാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മളതിനെ വളരെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അവരെ കേൾക്കുന്നു. ഇത് അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് അവർക്ക് അടുത്തതിലേക്കും വീണ്ടും ഇത് ചെയ്യാനുള്ള ഉള്ളിൽ നിന്നുള്ള ത്വരയാണ് ജനിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഇൻട്രൻസിക് മോട്ടിവേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അത്തരം കാര്യങ്ങൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞു വെച്ചതൊന്നും അവർക്ക് നിങ്ങളൊരു മന്ത്ലി അലവൻസോ പൈസയോ കൊടുക്കരുത് എന്നുള്ളതിനല്ല, മറിച്ച് അവർക്ക് മോണിറ്ററിയായ അലവൻസുകൾ
മന്ത്ലി കൊടുക്കാം, അല്ലെങ്കിൽ വീക്കിലി കൊടുക്കാം. അതെങ്ങനെ, അതിലെ ശരി തെറ്റുകൾ നമുക്ക് വേറൊരു വീഡിയോയിലെ വിഷയമാണ്, അതപ്പോൾ ചർച്ച ചെയ്യാം.